ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ ശരിക്കും എല്ലാവരെയും ഒന്ന് അതിശയിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഞെട്ടുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ഈ കാര്യം ചെയ്തിട്ട് ഞെട്ടിപ്പോയി കേട്ടോ. എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല ഇതൊക്കെ എന്നാൽ സാധിക്കുമെന്ന്. നിങ്ങളൊന്ന് നോക്കിക്കേ, ആകാശത്ത് എത്ര പാരച്ചൂട്ടുകളാണ് അങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നതെന്ന്. അതിൽ ഒരാളാകാനായിട്ട് നിങ്ങൾക്കും കൊതി തോന്നിയില്ലേ? എനിക്ക് ഭയങ്കര കൊതി തോന്നി കേട്ടോ. എന്റെ പൊന്നെ, ആകാശത്തിന്റെ തുഞ്ചത്ത് ഒരു പക്ഷിയെപ്പോലെ പറന്നു നടന്നതിന്റെ സന്തോഷവും നിർവൃതിയും ഒന്നും പറഞ്ഞറിയിക്കാൻ വയ്യ. ഈ 70 വയസ്സായ ഞാൻ അതും ഒരൊറ്റ ചരടിൽ തൂങ്ങിക്കിടന്ന് പറന്ന് നടന്നിട്ട് നിലത്തിറങ്ങിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിച്ചല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഞെട്ടിയത്. നിങ്ങൾ ഞെട്ടിയില്ലായിരിക്കും, പക്ഷെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ തായ്ലൻഡിന് ടൂറിന് പോയിരുന്നു. ശരിക്കും എൻജോയ് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്തു. 5 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. 5 ദിവസം ഫുൾ പാക്ഡ് ആക്ടിവിറ്റീസ് ആയിരുന്നു. ശരിക്കും ഒന്ന് കാണേണ്ട പ്ലേസ് തന്നെയാണിത് കേട്ടോ. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ തായ്ലൻഡ്. നമ്മൾ ചുമ്മാ കേട്ടുകേഴ്വികളൊന്നും പോലെയൊന്നും അല്ല കേട്ടോ. അവിടെ നമുക്ക് പാരാസെയിലിംഗ് ചെയ്യാനായിട്ട് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ഞാൻ കിട്ടിയ ചാൻസ് അല്ലേ ഞാൻ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ പാരാസെയിലിങ്ങും പാരാഗ്ലൈഡിങ്ങും. അപ്പൊ ഇവിടെ വന്നപ്പോൾ പാരാസെയിലിംഗ് ആണ്, എന്നാ അത് തന്നെ ഒന്ന് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. ജീവിതത്തിൽ നല്ലപ്പോഴാണ് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒരു ഭയമായിരുന്നു. ആരും തന്നെ അങ്ങോട്ട് കൈപൊക്കിയില്ല. ഞാൻ ആദ്യമായിട്ട് കൈപൊക്കി. അതിന് പോയി രജിസ്റ്റർ ചെയ്തു, ടിക്കറ്റ് വാങ്ങി പോകാൻ തന്നെ തീരുമാനിച്ചു. അത് കഴിഞ്ഞപ്പം 4-5 പേര് കൂടി പാരാസെയിലിംഗ് ചെയ്തു കേട്ടോ. ഈ പാരാസെയിലിംഗ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എന്താണെന്ന് പറയാം. നമുക്ക് ആദ്യമായിട്ട് തന്നെ നമുക്കൊരു ലൈഫ് ജാക്കറ്റ് ഇടും. അതിനോടനുബന്ധിച്ച് ഹുക്ക് ചെയ്യാനായിട്ടുള്ള ഈ പാരച്യൂട്ട് ഹുക്ക് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നമ്മളെ ഒന്ന് ഫിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ദേഹത്തുള്ള ആ ലൈഫ് ജാക്കറ്റിനോട് അനുബന്ധിച്ചുള്ളിടത്തോട്ട് പാരച്യൂട്ടിന്റെ ഹുക്ക് ചെയ്യും. ഹുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പാരച്യൂട്ടിന്റെ മറ്റേ അറ്റം ഉണ്ടല്ലോ, പാരച്യൂട്ടിന്റെ ഈ കയറിന്റെ ഒരു മറ്റേ അറ്റം ഒരു ബോട്ടിനോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോട്ട് ഓടാൻ തുടങ്ങുമ്പോൾ എന്നാ പറ്റുമെന്ന് അറിയാമോ? ഈ ചരടിനെ അങ്ങോട്ട് പുള്ളി ചെയ്യും. പുള്ളി ചെയ്ത് കഴിയുമ്പോഴേക്കിനെ ഈ പാരച്യൂട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് വിടരും. എന്നിട്ട് നമ്മളെ അങ്ങോട്ട് ആകാശം മുട്ട ഈ ചരടിന്റെ നീളത്തോളം നമ്മളെ അങ്ങ് പൊക്കും. കണ്ടോ, നമ്മളെ താഴെ നിന്ന് നോക്കിയെന്നാൽ നമ്മളെ ഒരു പൊട്ടുപോലെ കാണുള്ളൂ. നമ്മൾക്ക് 2 കൈ നിവർത്തി ഒരു പക്ഷിയെ പോലെ അന്നേരം ഇങ്ങനെ പറന്ന് നടക്കാം. എല്ലാവർക്കും ഒരു റൗണ്ട് പറക്കാനാണ് ചാൻസ് കിട്ടുന്നത്. എന്നെ ലാൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഓർത്ത് ലാൻഡ് ചെയ്തെന്ന് ഓർത്തതാണ്. അപ്പോൾ തന്നെ എന്നെ പിന്നെയും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പോയി. ഞാൻ ഓർത്ത് കിട്ടിയ ചാൻസ് അല്ലേ, ഒരു പ്രാവശ്യം ഞാൻ കറങ്ങാമെന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ നമ്മള് ഈ പറക്കാൻ നേരത്തുണ്ടല്ലോ, ഇതെല്ലാം കൂടെ അറ്റാച്ച് ചെയ്തിട്ട് 2 പേര് വന്ന് എന്നെ പാരച്യൂട്ടിനോട് ബന്ധിപ്പിച്ചു. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. എന്നതാ പറഞ്ഞെന്നൊക്കെയൊന്നും എനിക്കങ്ങോട്ട് ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം കുറെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇതെന്തവാണ് ഏതാന്നൊക്കെ അറിയാനായിട്ട്. ഓടണമെന്നോ ഓടി ഇറങ്ങണമെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞു. എനിവേ ഞാനിതൊന്ന് ഗ്രഹിക്കുന്നതിന് മുമ്പായിട്ട് ഇവരെന്നെ കുന്തി തള്ളി വിടുന്നത് കാണാം. അന്നേരം എന്നെ ഏതാണ്ട് ഇങ്ങനെ പുള്ളി ചെയ്ത് ആകാശത്തിലോട്ട് അങ്ങ് പോയി. അങ്ങനെ ഞാൻ ആകാശം മുട്ട എത്തിയ പോലെ എനിക്ക് തോന്നി. അതുപോലെ കൈ ഒന്ന് വിട്ടിട്ട് പറക്കണമെന്നൊക്കെ ഒന്ന് എന്നോട് ഞങ്ങളുടെ ഗൈഡൊക്കെ പറഞ്ഞാ വിട്ടത്. അലിസ 2 കൈയും വിട്ടിട്ടൊന്ന് പറക്കുന്ന പോലെയൊക്കെ വേണമെന്ന്. ഞാൻ എന്തോരം പണിപ്പെട്ടെന്നറിയോ. ഒരു കൈ ഒന്ന് വിടാൻ നോക്കിയിട്ട് എനിക്ക് പേടിയായി. എൻ്റെ വിചാരം ഞാൻ താഴോട്ട് പോകുന്നു. അവസാനം ഞാൻ ഓർത്തു, എന്തോ ഒരു മോശമാ കൈ വിട്ടില്ലെങ്കിൽ. ഏതാണെങ്കിലും താഴോട്ട് പോരത്തില്ല, നമ്മളെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നറിയാം. പിന്നെ ഞാനങ്ങോട്ട് 2 കൈയും കൂടെ നിവർത്തി അങ്ങ് പക്ഷി ചിറക് വിടർത്തി പറക്കുന്ന പോലെ ഞാനിന്ന് പറന്നേ. ആ നിമിഷത്തിന്റെ നിർവൃതി പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. അങ്ങനെ നല്ല രസമായിരുന്നു. അങ്ങനെ ഈ 2 റൗണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിലത്തിറങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി. പറഞ്ഞറിയിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. നിങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്താലേ അത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഇറങ്ങി വന്ന ഉടനെ ഒരു 10 അല്ലെ 12 വയസ്സുള്ള ഒരു പയ്യൻ എൻ്റെ അടുത്ത് ഓടി വന്നു. ഞാൻ ചോദിച്ചു, മോൻ പാരാസെയിലിംഗ് ചെയ്തോ എന്ന്. പുള്ളിക്കാരന്റെ മുഖത്തൊരു പേടിയുണ്ട്, ചെയ്യണോ വേണ്ട എന്ന്. അപ്പൊ ഈ മോന്റെ മമ്മി എന്നോട് പറഞ്ഞു അവന് പേടിയാ, അവൻ ചെയ്യുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു, നോക്കു മോനെ, 70 വയസ്സുള്ള ഈ അമ്മച്ചി ആകാശത്തൂടെ പറന്നേച്ച് വന്നത് കണ്ടോ? നല്ല രസമാണ്, ഒന്നും പേടിക്കാനായിട്ടില്ല. നമ്മളൊരു ഊഞ്ഞാലയിൽ പോകുന്ന പോലെയുള്ള ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. അങ്ങനെ ഓർത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ആ കുട്ടി എന്നെ അടുത്ത് അറിയാമോ, ഞാനും പാരാസെയിലിംഗ് ചെയ്തിട്ടേ ഉള്ളെന്നും പറഞ്ഞ് ഉടനെ പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് പാരാസെയിലിംഗ് ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ട് പാരാസെയിലിംഗ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നു. ആ കണ്ണുകൾ സന്തോഷത്താലും ഒരു അഡ്വഞ്ചർ ചെയ്ത ആവേശത്താലും തിളങ്ങി അങ്ങ് നിന്നു. അത് കണ്ടപ്പോൾ ഞാനും സന്തോഷം. ഒരു കുഞ്ഞിനെ കൂടി മോട്ടിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന്. അതുകൊണ്ട് എൻ്റെ പ്രായക്കാരെ ഒട്ടും അമാന്തിച്ച് നിൽക്കാതെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. നല്ല രസമാണെന്ന് പറക്കാം കേട്ടോ. പറക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പറന്നോണേ. അപ്പോൾ കൂടുതൽ അഡ്വഞ്ചറസ് എക്സ്പീരിയൻസുമായി വരുന്നത് വരെ ബൈ.